നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ട്. ഡൂംസ്ഡേ ക്ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഇല്ലാതാകുമെന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ ക്ലോക്കിൽ ഒരു ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ഡിസ്പ്ലേയുമുണ്ട്. ക്ലോക്കിന്റെ പ്രധാന ഭാഗത്ത് സെക്കൻഡുകൾ ഉൾപ്പെടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ടൈമറുണ്ട്. ഇത് 2040 ഒരു നിശ്ചിത തീയതി ലക്ഷ്യമാക്കിയാണ് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്തു നിന്നും അപ്രതിഷ്ഠിതമാകാൻ ഇനി എത്ര ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനി 2015 25 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. അത് ഉറപ്പിക്കുവാനാണ് ഈ ക്ലോക്ക് സ്ഥാപിച്ചത്. അന്നത്തെ ആ പ്രസംഗത്തിലെ വരികൾ പലപ്പോഴും ഈ ക്ലോക്കിന് സമീപം ബോർഡുകളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അടുത്ത 25 വർഷത്തിനുള്ളിൽ സയനിസ്റ്റ് ഭരണകൂടം എന്നൊന്ന് ഈ ഭൂമിയിലെ അവശേഷിക്കില്ല. ഇതാണ് വിഖ്യാതമായ ആ പ്രസംഗത്തിലെ വാചകം. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ നാശമാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യമെന്ന് ഡിക്ലെയർ ചെയ്ത് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് പ്രഖ്യാപിച്ചവർ കൈയും കെട്ടിയിരിക്കുകയല്ല ചെയ്തത്. 2000 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഇസ്രായേലിനെ ഇല്ലാതാക്കുവാനായി ലക്ഷ്യം വെച്ച് ബാലസ്റ്റിക് മിസൈലുകളും അണുവായുധം പോലും നിർമ്മിക്കുവാൻ തുടങ്ങി. എന്നാൽ ലോകത്തിന് മുഴുവനും അശാന്തി മാത്രം സമ്മാനിക്കുകയും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക്, വിശേഷിച്ച് ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെ അവരുടെ അസ്തിത്വത്തിൽ നിന്ന് പൂർണ്ണമായി ഇളക്കി മാറ്റുവാനും ഇല്ലാതാക്കുവാനും അരയും തലയും മുറുക്കി ഇറങ്ങിയ ഇറാൻ മതഭരണകൂടവും അതിൻ്റെ സ്വേച്ഛാധിപതിയായിരുന്ന ആയത്തുള്ള അലി ഖമേനിക്കും ഇനി ഭൂമിക്ക് മുകളിൽ സ്ഥാനമില്ല. 3.5 പതിറ്റാണ്ടിലധികമായി ഏകാധിപത്യ ഭരണവും ഇസ്ലാമിക ഭീകരതയും ക്രൂരതയും സമന്വയിപ്പിക്കുന്ന ഭരണക്രമം കൊണ്ട് ഇറാനെയും പിന്നെ അവരുടെ സമീപമുള്ള രാജ്യങ്ങളെയും കിടുകിട വിറപ്പിച്ച് തങ്ങളുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ആയത്തുള്ളമാരുടെ കൗടല്യ താല്പര്യങ്ങളുടെ എല്ലാത്തരം നിർമ്മിതികളെയും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തമോ പർവ്വതങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് പോലെയുള്ള പുക ചുരുളുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാനെതിരായി ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടും യുദ്ധത്തിനുള്ള ഗംഭീര ധ്വനി മുഴക്കിക്കൊണ്ടും ഇസ്രായേലും അമേരിക്കയും പശ്ചിമേഷ്യയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇറാൻ എന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രം അണുവായുധ ശേഷി കൈവരിച്ചാൽ അവരത് ആദ്യം പ്രയോഗിക്കുന്നത് തങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും അവിടെ കൊണ്ട് തീരാത്ത പശ്ചിമേഷ്യയ്ക്കും അതിനപ്പുറത്ത് ലോകത്തിന്റെ തന്നെ നാശത്തിനും അവർ കളമൊരുക്കുമെന്നും ഇസ്രായേൽ ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അങ്ങേയറ്റം നിർണായകമായ 2 ആക്രമണങ്ങൾ ഇസ്രായേൽ ഇറാനിൽ നടത്തി. കാരണമില്ലാതെ തങ്ങളെ ആക്രമിച്ച് തങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കിയ ഹമാസിനെ ഒരറ്റത്തു നിന്നും പൊളിച്ചടുക്കി ഇസ്രായേൽ മുന്നേറുന്നതിനിടയിലാണ് ഒന്നിനു പുറകെ ഒന്നായി 100ഓളം ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ട് ഇറാൻ ഭീകരതയുടെ കളികൾ തുടങ്ങിവെച്ചു. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു. എങ്കിലും പ്രതിപക്ഷ നിരയുടെ നേതാവായിരുന്ന ഡൊണാൾഡ് ട്രംപ് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് അന്ന് പറഞ്ഞത് ഇറാന്റെ ആണവ നിലയം തന്നെ ചാമ്പലാക്കണമെന്നായിരുന്നു. ആ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിന്റെ വനിതാ വൈമാനികർ അടക്കം ഇറാനിലെത്തി നടത്തിയ ആക്രമണത്തിൽ അവരുടെ ആയുധശാലകൾ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. ഇറാനെതിരെ 2ാമത്തെ ആക്രമണത്തിന് ഇസ്രായേൽ കളമൊരുക്കിയപ്പോൾ ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായിരുന്നു. ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള എല്ലാത്തരം ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ട്രംപിന്റെ കൽപ്പനയെ അവഗണിച്ച ഇറാനിലേക്ക് ട്രംപ് ഇസ്രായേലിന് ആക്രമണത്തിന് നിർദ്ദേശം നൽകുകയും ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും തകർത്ത് നിർവീര്യമാക്കുകയായിരുന്നു അന്ന് ഇസ്രായേൽ. അക്കൂട്ടത്തിൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണയുമായി രംഗത്തിറങ്ങിയ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാന്റെ ഫെർദോ ആണവ കേന്ദ്രത്തിൽ പതിക്കുകയും അതിനെ നിലം പരിശാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധത്തിന് പിന്നിൽ ലോകത്തിന് മുഴുവനും ദൃശ്യമായ മറ്റു ചില മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. എക്കാലത്തും ഇറാനിലെ ജനങ്ങളെ തങ്ങളുടെ ആജ്ഞാവർത്തികളായ വെറും മൃഗങ്ങളായി മാത്രം കണ്ടിരുന്ന പരമാധികാരികൾ അവരുടെ മേൽ കനത്ത നുകം ചുമത്തിക്കൊണ്ട് വരുത്തിയ സാമ്പത്തിക നയങ്ങളിലെ അശാസ്ത്രീയമായ മാറ്റങ്ങൾ നിമിത്തം ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതായ ഇറാനിലെ ജനങ്ങൾ വിശപ്പിന്റെ വിളിയുടെ തീവ്രതയിൽ ഏകാധിപതികൾക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങുകയായിരുന്നു.
സ്വന്തം സുഖത്തിനപ്പുറത്ത് രാജ്യത്തെ പ്രജകളുടെ സുഖത്തിനും ക്ഷേമത്തിനും പുല്ലുവില പോലും കൽപ്പിക്കാത്ത സ്വേച്ഛാധിപതികൾ ആഹാരത്തിനു വേണ്ടിയുള്ള ആ നിലവിളികളെ, പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി. പലരെയും വെട്ടിവെച്ചു കൊന്നും പലരെയും തുറങ്കലിലടച്ചും പലരെയും തൂക്കിലേറ്റിയും ലോകത്താരും ഈ വിവരങ്ങൾ അറിയാതിരിക്കുവാൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ദംശനങ്ങൾ ലോകത്തെങ്ങും അരങ്ങേറുമ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ട ഐക്യരാഷ്ട്ര സംഘടന പോലും കൈകെട്ടി നിന്നപ്പോൾ മനുഷ്യപക്ഷത്ത് നിന്ന് ശബ്ദിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമായിരുന്നു. ഉറച്ച സ്വരത്തിൽ ട്രംപ് പറഞ്ഞു, ഇറാനിലെ നിരപരാധികളെ കൊന്നാൽ തങ്ങൾ ഇടപെടുമെന്നും അതിന് ഇറാൻ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നും. എന്നാൽ ട്രംപിന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ക്രൂരന്മാരായ ഇറാനിയൻ ഭരണാധികാരികൾ കൊന്നൊടുക്കിയത് ഒന്നും രണ്ടും പേരെയല്ല, 34,000-ലധികം മനുഷ്യരെയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടെ ഇനി വാക്കുകൾക്ക് പ്രസക്തിയില്ല എന്ന് ബോധ്യപ്പെട്ട അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചുള്ള അതിനുള്ള നീക്കങ്ങൾ സജ്ജമാക്കുകയും. എന്നാൽ ലോജിസ്റ്റിക് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ ചർച്ചകൾക്കും സമവായങ്ങൾക്കും ഇറാനെ ക്ഷണിച്ചെങ്കിലും അത് അവഗണിച്ചു കളയാത്തക്ക നിലയിൽ വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധിയായിരുന്നു അവരെ ഭരിച്ചത്. ഏതായാലും ലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന കൂറ്റൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ച അമേരിക്ക ആക്രമണം ഉറപ്പിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന് സമാധാനകാംക്ഷികളായ ലോക ജനത ഒന്നുപോലെ പ്രാർത്ഥിച്ചു. എന്നാൽ ഇസ്രായേൽ ഇനിഷ്യേറ്റീവ് എടുത്ത് രംഗത്തിറങ്ങിയതോടെ യുദ്ധം ഒഴിവാക്കുവാൻ ട്രംപിനായി. ഇറാൻ പരമാധികാര രാഷ്ട്രമാണെന്നും തങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്നും വ്യക്തമാക്കിയ ഇറാൻ എന്തിനും പോന്ന നിലയിൽ രംഗത്ത് നിൽക്കുകയായിരുന്നു. ജനീവയിലെ 3ാം ഘട്ട അനൌദ്യോഗിക ചർച്ചയും അലസിപ്പിരിഞ്ഞതോടെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ടെഹ്റാനിലേക്ക് മിസൈലുകളുടെയും ബോംബുകളുടെയും ഡ്രോണുകളുടെയും വൻമാരി തന്നെ പെയ്ച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ആക്രമണം അഴിച്ചുവിട്ടു. A short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. For 47 years, the Iranian regime has chanted death to America and waged an unending campaign of bloodshed and mass murder, targeting the United States, our troops, and the innocent people in many, many countries. ടെഹ്റാനിൽ മാത്രമായിരുന്നില്ല, ഇറാനിലെ 5ഓളം വൻ നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണം ഉണ്ടായി. ഇറാന്റെ ആകെയുള്ള 31 സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷങ്ങളിലും ആക്രമണം നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 37 വർഷങ്ങളായി ഇറാനെ പിന്നോക്കം നടത്തി അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിച്ച ആയത്തുള്ള അലി ഖമേനി എന്ന സ്വേച്ഛാധിപതിയുടെ പതനമാണ്. ടെഹ്റാനിലെ തന്റെ കൊട്ടാര വസതിയിൽ ഉന്നതതല യോഗം വിളിച്ച ഖമേനിയുടെയും കുടുംബത്തിന്റെയും മുതിർന്ന നേതാക്കന്മാരുടെയും മേലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വന്നു വീണത്. ഖമേനി കൊട്ടാരം വിട്ട് മറ്റെവിടങ്ങളിലേക്കെങ്കിലും പോയിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുകയും അപ്പോൾ തന്നെ അദ്ദേഹം കൊട്ടാരത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടായിരുന്നു സേനയുടെ പ്രിസിഷ്യൽ അറ്റാക്ക്. അത് കൃത്യമായി തന്നെ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു. ഖമേനി യുഗം അവസാനിച്ചു എന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. ഖമേനി കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുവാൻ സമയമെടുക്കുകയും ഇറാൻ അത് വിസമ്മതിക്കുകയും ചെയ്തതോടെ ലോകം സംശയത്തിലായെങ്കിലും ഒടുവിൽ ഇറാൻ ആ വാർത്ത സ്ഥിരീകരിക്കുക തന്നെ ചെയ്തു. ഇറാനിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും അതോടെ തെരുവുകളിൽ ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തുകയും ആസന്നമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുകയും ചെയ്തു.
എന്നാൽ മറുഭാഗത്ത് ഖമേനിക്കൊപ്പം ഉണ്ടായിരുന്നവർ ശക്തമായ തിരിച്ചടികളുമായി രംഗത്തിറങ്ങി. ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഖത്തറിലെയും ബഹ്റൈനിലെയും UAEയിലെയും കുവൈറ്റിലെയും ഒക്കെ അമേരിക്കൻ വ്യോമതാവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. അതിനിടയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ ടെഹ്റാനിലെ സൈനിക ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങളും ഇറാൻ വിപ്ലവ സേനയുടെ കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കി. ഖമേനിയെ കൂടാതെ ഇറാനിയൻ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മുസവി, പ്രതിരോധ മന്ത്രി അസീം നാവിർസ, സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, IRGC കമാൻഡർ മുഹമ്മദ് പഖ്തൂൺ തുടങ്ങി പ്രമുഖ നേതാക്കന്മാരെയെല്ലാം സംയുക്ത സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ജൂതന്മാരില്ലാത്ത ഒരു ലോകം സൃഷ്ടിച്ച് അടങ്ങുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഖമേനി ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ അത്രമേൽ ഭീകരന്മാരായതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അവർ ജൂതന്മാരായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവരെ അത്രമേൽ ഇറാൻ എതിർത്തത്. എന്നാൽ ഇറാൻ ആ ടാർഗറ്റ് ഉറപ്പിക്കുവാൻ അണ്വായുധം പ്രയോഗിച്ചാൽ ഇസ്രായേൽ ഇല്ലാതാവുക തന്നെ ചെയ്യും. അതവർ പലവട്ടം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അത് ഒഴിവാക്കുക എന്നത് ഇസ്രായേലിന് അനിവാര്യമായി മാറുകയായിരുന്നു. ഇസ്രായേലിനെതിരെ ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് അവർക്ക് കടുത്ത തലവേദന ഉണ്ടാക്കിയിരിക്കുന്നതും ഇതേ ഇറാൻ തന്നെയാണ്. അണ്വായുധ പരിപാടികൾ അവസാനിപ്പിക്കുവാൻ ഇസ്രായേൽ അമേരിക്ക മുഖാന്തരം ഇറാനോട് പലവട്ടം പറഞ്ഞിട്ടും അത് അനുസരിക്കാതെ ഇറാൻ മുന്നോട്ട് പോയപ്പോൾ യുദ്ധമല്ലാതെ ഇസ്രായേലിന്റെ മുൻപിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അവരുടെ ന്യായം. പ്രതീക്ഷിച്ചതുപോലെ ഈ യുദ്ധം പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല എന്നും 3-4 ആഴ്ചകൾ അതിനു വേണ്ടി വന്നേക്കാമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല എങ്കിലും ഈ യുദ്ധം ഏവരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ ലോകത്തിന് സമാധാനത്തിന്റെ പുതുയുഗം സമ്മാനിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ സമയത്ത് ലോകം ശ്രമിക്കേണ്ടതും ഓർക്കേണ്ടതും മരണം വിതയ്ക്കുന്ന ആയുധങ്ങൾ കൊണ്ട് സമാധാനം സ്ഥാപിക്കുക സാധ്യമല്ല എന്ന ലെയോ പാപ്പായുടെ ആഹ്വാനം തന്നെയാണ്. ആയുധങ്ങൾ കൊണ്ടല്ല, ചർച്ചയിലൂടെയാണ് സമാധാനം കൊണ്ടുവരേണ്ടത്. ആയുധങ്ങൾ സർവനാശവും മരണവും വേദനയും മാത്രമാണ് സമ്മാനിക്കുക. പരിഹരിക്കാനാകാത്ത വിധത്തിലുള്ള ആഘാതമുണ്ടാക്കും മുൻപ് ധാർമ്മികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് രാജ്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നും പാപ്പ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളിൽ ഐക്യം നിലനിൽക്കാൻ പ്രാർത്ഥിക്കുവാനും അദ്ദേഹം വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. അതിനാൽ നമുക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നത് തുടരാം. നിരന്തരമായി അവഗണിക്കപ്പെട്ടിട്ടും അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഔദ്യോഗിക തലങ്ങളിൽ നിന്നുമെല്ലാം അകറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും വളർച്ചയും വികാസവും ഇല്ലാതെ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാത്തരം മാന്ദ്യങ്ങൾക്കും പരിഹാരമാകുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി സർക്കാർ തയ്യാറാക്കിയെടുത്ത JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു പ്രധാന ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനാണ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന JB കോശിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് 2020 പുതിയ കമ്മീഷനെ രൂപീകരിച്ചത്. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസും റിട്ടയർഡ് IPS ഓഫീസറായിരുന്ന ജേക്കബ് പൊന്നൂസുമായിരുന്നു ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. 3 വർഷങ്ങൾ കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ബലഹീനതകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും അതിൽ നിന്നുള്ള ഉദാഹരണത്തിനുള്ള വഴികളെക്കുറിച്ചും സമഗ്രമായ പഠനങ്ങൾ നടത്തിയ കമ്മീഷൻ അതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 2023 സർക്കാരിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചത്. എന്നാൽ അജ്ഞാതമായ കാരണങ്ങളാൽ കഴിഞ്ഞ 3 വർഷത്തോളം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ ഇപ്പോൾ അത് പുറത്തുവിട്ടുകൊണ്ട് അതിന്മേൽ അനന്തര നടപടികൾ കൈക്കൊള്ളുവാൻ ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജസ്റ്റിസ് JB കോശി മുന്നോട്ട് വെച്ച ചില ശുപാർശകളിന്മേൽ ഇതിനോടകം സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനു പുറമെ 32 ശുപാർശകൾ ഉടൻ നടപ്പിലാക്കാനാകുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചില പ്രത്യേക താല്പര്യങ്ങളുള്ള സിനിമാക്കാരും നാടകക്കാരുമെല്ലാം ക്രൈസ്തവ വിശ്വാസത്തെ ഹീനമായി താറടിക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് സിനിമകൾ എടുക്കുന്നത് പതിവായിരിക്കുകയും ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളും അടയാളങ്ങളും വികലമാക്കുന്ന നിരവധി സിനിമകളാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ അത്തരം ദുഷിച്ച പ്രവണതകൾക്ക് അറുതി വരുത്തുവാൻ ഉതകത്തക്ക നിലയിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരങ്ങളെയും നേതൃത്വത്തെയും അവഹേളിക്കുന്ന സിനിമ, പ്രസിദ്ധീകരണം, ചിത്രങ്ങൾ, എഴുത്ത് തുടങ്ങിയവയ്ക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്ന ശക്തമായ ശുപാർശയും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നടത്തിയിട്ടുണ്ട്. നിരവധി ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയത്തിലൂടെ വശീകരിച്ചു കൊണ്ടുപോയി കല്യാണം കഴിച്ച് ചില മതങ്ങളിലേക്ക് നിർബന്ധമായി മതം മാറ്റിയിട്ടുണ്ടെന്ന കാര്യം
ഒരു വലിയ സാമൂഹിക പ്രശ്നമായി പലപ്പോഴും ക്രൈസ്തവ സമൂഹം ഉയർത്തിക്കാട്ടിയിട്ടുള്ളതാണ്. അക്കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ച കമ്മീഷൻ അത്തരത്തിൽ പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണമെന്നും ഉണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും ശുപാർശ ചെയ്തിരിക്കുകയാണ്. കേരള മാരേജ് രജിസ്ട്രേഷൻ ബിൽ 2020 നടപ്പാക്കരുതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നിർദ്ദേശം. നിലവിലെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ പള്ളിയിൽ വിവാഹം കഴിപ്പിക്കേണ്ട സ്ഥിതിയുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇത്തരം വിവാഹം നടത്തണമെന്നിരിക്കെ പുരോഹിതനെ കൊണ്ട് നിർബന്ധമായി വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുവാനും ചെയ്തില്ല എങ്കിൽ ശിക്ഷിക്കുവാനുമുള്ള വ്യവസ്ഥയാണ് 2020 മാരേജ് രജിസ്ട്രേഷൻ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുള്ള സംവരണം 4 നിന്നും 6% ഉയർത്തുക, ക്രൈസ്തവർക്ക് സർക്കാർ സർവീസിലുള്ള പരിമിതികളെ നികത്തുവാൻ പ്രത്യേക നിയമനങ്ങൾ നടത്തുക, ലത്തീൻ കത്തോലിക്കരുടെയും ദളിത് ക്രൈസ്തവരുടെയും സർവീസ് പ്രാതിനിധ്യം പഠിക്കുവാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുക, പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ദളിത് ക്രൈസ്തവർക്കും നൽകുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ 1947 മുൻപ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിലേക്ക് എത്തിയവർക്കും അവരുടെ പിന്മുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്കർ എന്ന സാമുദായിക സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂ എന്ന മാനദണ്ഡം മന്ത്രിസഭ മാറ്റിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമാകുന്ന ബദൽ രേഖകളായി പരിഗണിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. തദ്ദേശ സ്ഥാപന പദ്ധതി വിഹിതത്തിന്റെ നിശ്ചിത ശതമാനം ജനസംഖ്യാനുപാതികമായി നാടാർ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വിനിയോഗിക്കണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ. ദളിത് നാടാർ ക്രൈസ്തവർ കൂടുതലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ പ്രത്യേക സംവരണം വേണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളിൽ പ്രത്യേകിച്ച് LP UP ഹൈസ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അടുത്ത സൗകര്യമില്ല എങ്കിൽ നിലവിലെ സ്കൂളുകളിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നതാണ് മറ്റൊന്ന്. റൊട്ടേഷൻ ക്രമത്തിൽ ക്രൈസ്തവർക്ക് നിയമനങ്ങൾ നൽകണമെന്നുള്ളതാണ് മറ്റൊരു ശുപാർശ. മറ്റു സംസ്ഥാനങ്ങളിൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് പെർമിറ്റ് ഫീസ് 5000 രൂപ വരെയാണ്. എന്നാൽ കേരളത്തിലേതാകട്ടെ 52,000 രൂപയും. ഇത് കുറച്ച് ഇതര സംസ്ഥാനങ്ങളുടേതിന് തുല്യമാക്കണമെന്നും കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാരുടെ പാർപ്പിട പ്രശ്നം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ പിന്നോക്കാവസ്ഥ എന്നിവ പഠിക്കാൻ സർക്കാർ ഏജൻസിയെ നിയോഗിക്കണമെന്നും കുട്ടനാടൻ മേഖലയിലെ കർഷകരുടെ കാര്യങ്ങൾ പരിഗണിക്കണമെന്നും ലോവർ കുട്ടനാടിന്റെ പ്രത്യേക പദവി നൽകി പാർപ്പിട പദ്ധതി നടപ്പിലാക്കണമെന്നും 1/2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതും പുതിയത് പണിയാൻ കഴിവില്ലാത്തതുമായ പള്ളികളുടെ കെട്ടിടം പുതുക്കുവാൻ സഹായം നൽകണമെന്നുമുള്ള കമ്മീഷന്റെ ശുപാർശകൾ നിർണായകം തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു 423 പേജുകളുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടുവാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയെ കൂടാതെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, നിയമവകുപ്പ് മന്ത്രി പി രാജീവ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമിള മേരി ജോസഫ്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM അബ്രഹാം തുടങ്ങിയവരും കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും സഭാ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. കമ്മീഷൻ റിപ്പോർട്ടിൽ നടപ്പിലാക്കിയ ശുപാർശകളെക്കുറിച്ചും ഇനി നടപ്പിലാക്കാൻ പോകുന്ന ശുപാർശകളെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളെപ്പറ്റിയും ഇനി നടപ്പിലാക്കാൻ പോകുന്നവരെ പറ്റിയും സർക്കാരുമായി ചർച്ച ചെയ്യാൻ ഒരു മേൽനോട്ട സമിതിയെ നിയോഗിക്കണമെന്നുള്ള ആവശ്യം ചർച്ചയ്ക്കിടെ ക്രൈസ്തവ നേതാക്കന്മാർ ഉയർത്തിയപ്പോൾ അത് പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ പറ്റി ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി തരുന്ന വിവരങ്ങളും സർക്കാർ വിശദമായി പഠിച്ച ശേഷം വീണ്ടും യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിരന്തരമായി ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുകയും ക്രൈസ്തവ സമൂഹം പ്രതിസന്ധിയിലാവുകയും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലൊന്നും നീതിക്കും ന്യായത്തിനും ഒപ്പം നിൽക്കാതിരുന്ന സർക്കാർ ക്രൈസ്തവരുടെ വോട്ട് ലാക്കാക്കി ധൃതി വെച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടിനെ സ്വാധീനിക്കുക എന്നത് LDFന്റെ ലക്ഷ്യം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ക്രൈസ്തവരോട്
സർക്കാർ കാണിച്ച അവഗണനകൾ പൊതുസമക്ഷത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടതിന്റെ പേരിൽ ക്രൈസ്തവ വോട്ടുകൾ ഒരു വിധത്തിലും സ്വാധീനിക്കപ്പെടാൻ സാധ്യത കാണുന്നില്ല. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്ത ആഴ്ച.